Introduction to the derivative. In this chapter, we are going to learn about derivatives and how to differentiate some simple functions. So before going to that, in this section, we are going to talk about some terms like average velocity and instantaneous velocity. Okay, now look into the figure. Imagine a particle is moving along a straight line from the fixed point O from a fixed point O, and that the function y equal to f of x describes the position of the moving particle at time x. അതായത് ഒരു പാർട്ടിക്കിൾ ഈ ഫിക്സഡ് ഒ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ തരുന്ന ഫംഗ്ഷനാണ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടിക്കിളുടെ പൊസിഷൻ അറ്റ് ടൈം എക്സ് ആയിരിക്കും. ഇവിടെ എക്സ് ഡിനോട്ട് ചെയ്യുന്നത് ടൈമും വൈ ഡിനോട്ട് ചെയ്യുന്ന ഈ പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസുമാണ്. ഓക്കെ, സോ 0 ഒ ടു പി, അതായത് ഈ ഒ പി പറയുന്ന ഡിസ്റ്റൻസ് പാർട്ടിക്കിൾ ട്രാവൽ ചെയ്തു, അതിന് നമ്മൾ വൈ നോട്ട് എന്ന് ഡിനോട്ട് ചെയ്തു. ആ വൈ നോട്ട് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടി ആ പാർട്ടിക്കിൾ എടുത്ത ടൈമാണ് എക്സ് നോട്ട്. ഇനി പിയിൽ നിന്നും ക്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് പി ക്യൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ആണ്. ആൻഡ് അത് കവർ ചെയ്യാൻ വേണ്ടി പാർട്ടിക്കിൾ എടുത്ത ടൈം ഡെൽറ്റ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 0യിൽ നിന്നും ക്യൂയിലേക്ക് ഉള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ആയിരിക്കും. ആൻഡ് അത് കവർ ചെയ്യാനെടുത്ത ടൈം എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സും ആയിരിക്കും. അങ്ങനെ നമുക്ക് ഈ വൈ നോട്ട് നമുക്കറിയാം, വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ പാർട്ടിക്കിൾ അറ്റ് ടൈം എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈ നോട്ടിനെ എങ്ങനെ എഴുതാം? വൈ നോട്ട് പറഞ്ഞാൽ എന്താണ്? എക്സ് നോട്ട് സെക്കൻഡ്സിൽ കവർ ചെയ്ത ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ വൈ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് എഴുതാൻ പറ്റും. അതേപോലെ വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ, വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ എന്താണ്? ഡിസ്റ്റൻസ് കവേർഡ് ഇൻ എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് സെക്കൻഡ്സ് ആണ്. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. അതായത് വൈ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് ആയിരിക്കും. ആൻഡ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സും ആയിരിക്കും. ഇനി വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദി ആവറേജ് വെലോസിറ്റി. Average velocity of the particle during the time interval delta x is defined as the distance travelled divided by the elapsed time. Average velocity എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ദ ടൈം എലാപ്സ്ഡ്. ടൈം എലാപ്സ്ഡ് പറഞ്ഞാൽ ആ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടി എടുത്ത ടൈം ടേക്കൺ, ദ ടൈം ടേക്കൺ ടു കവർ ദ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇവിടെ നോക്കൂ, വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. ആൻഡ് വൈ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് ആണ് നമ്മൾ നേരത്തെ കണ്ടു. ഇതിൽ നിന്നും നമുക്ക് ഡെൽറ്റ വൈ എങ്ങനെ എഴുതാം? ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് വൈ നോട്ട്, ഇങ്ങനെ എഴുതാം ഡെൽറ്റ വൈനെ, അല്ലേ? വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് വൈ നോട്ട് എന്ന് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ, ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ആണ് മൈനസ് വൈ നോട്ട്. എന്താണ് വൈ നോട്ട്? എഫ് ഓഫ് എക്സ് നോട്ട് ആണ് വൈ നോട്ട്, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഡെൽറ്റ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് എഴുതാം. സോ ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ബൈ ഡെൽറ്റ എക്സ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ആവറേജ് വെലോസിറ്റി ഈസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ബൈ ഡെൽറ്റ എക്സ്. Next, instantaneous velocity. The velocity of particle at any given moment. It refers to the velocity at a single instant. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആ ഇൻസ്റ്റൻറ്റിൽ, ആ ഗിവൺ മൊമെൻറ്റിലുള്ള ഒരു പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ആയിരിക്കും. The instantaneous velocity v is the average velocity. It is the average velocity when delta x is sufficiently small.
ഓക്കെ, അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്താണ്? ആവറേജ് വെലോസിറ്റി തന്നെയാണ്. വെൻ ദിസ് ഡെൽറ്റ എക്സ് ഈസ് സഫീഷ്യൻ്റ്ലി സ്മോൾ. ഡെൽറ്റ എക്സ് വളരെ ചെറുതാവുമ്പോഴുള്ള ആവറേജ് വെലോസിറ്റിയാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആവറേജ് വെലോസിറ്റി എന്തായിരുന്നു? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണല്ലേ. അപ്പോൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് വെൻ ഡെൽറ്റ എക്സ് ഈസ് നിയർലി സീറോ. ഡെൽറ്റ എക്സ് വളരെ ചെറുത്, ദാറ്റ് ഈസ് ഡെൽറ്റ എക്സ് ഈസ് വെരി നിയർ ടു സീറോ. ഓക്കെ, അതാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഇനി നമുക്കിത് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിയും കാണാനുള്ള ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. Let y equal to 3x square plus x represents the distance a bus has travelled in meters after x seconds. Find delta y, average velocity and instantaneous velocity. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഗിവൺ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ദ ഡിസ്റ്റൻസ് എ ബസ് ഹാസ് ട്രാവൽഡ് y ഈക്വൽ ടു 3x² പ്ലസ് എക്സ് എന്ന് പറയുന്ന ആ ബസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. സോ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x² പ്ലസ് എക്സ് എന്ന് തന്നിട്ടുണ്ട്. ഇനി ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആഫ്റ്റർ എക്സ് നോട്ട് സെക്കൻഡ്സ്. ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x² പ്ലസ് എക്സ് പറഞ്ഞാൽ എന്താണ്? ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബസ് ആഫ്റ്റർ എക്സ് സെക്കൻഡ്സ് ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ആഫ്റ്റർ എക്സ് സെക്കൻഡ്സ്. അങ്ങനെയാണെങ്കിൽ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബസ് ആഫ്റ്റർ എക്സ് നോട്ട് സെക്കൻഡ്സ് എന്താവും? വൈ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് അല്ലേ. വൈ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു, ഇവിടെ ഈ എക്സിൻ്റെ സ്ഥലത്ത് നമുക്ക് എക്സ് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് എക്സ് നോട്ട് എന്ന് കിട്ടും. ഇനി ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആഫ്റ്റർ എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് സെക്കൻഡ്സ്. ഓക്കെ, എക്സ് നോട്ട് സെക്കൻഡ്സിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്ത് കണ്ടുപിടിക്കാം? എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് സെക്കൻഡ്സിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. അതിന് എന്ത് ചെയ്യണം? ഇവിടെ വൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x² പ്ലസ് എക്സിൽ എക്സിൻ്റെ സ്ഥലത്ത് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇതെന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് അല്ലേ. എഫ് ഓഫ് എക്സ് എന്താവും? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ആണ്. സോ വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ സ്ഥലത്ത് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടെ എന്താണ്? എക്സ് ആണ്. അത് ഇവിടെ എത്തുമ്പോൾ എന്താവും? എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്നും കിട്ടും. ഓക്കെ, നമുക്ക് എന്താണ് കാണേണ്ടത്? ആവറേജ് വെലോസിറ്റി ആണ്. ആൻഡ് ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ഡെൽറ്റ വൈ എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഡെൽറ്റ വൈ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് വൈ നോട്ട് എന്ന് എഴുതാം അല്ലേ. ഈ വൈ നോട്ടും ഈ വൈ നോട്ടും ക്യാൻസൽ ആയിപ്പോവും. സോ ഡെൽറ്റ വൈ നമുക്ക് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് വൈ നോട്ട് എന്ന് എഴുതാം. ഇനി നോക്കൂ, വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ എന്താണ്? നമ്മൾ നേരത്തെ കണ്ടു. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ആണ് അല്ലേ. ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ കണ്ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. ഇത് നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ഈക്വൽ ടു, അവിടെ നമുക്ക് എന്ത് എഴുതാം? 3 ഇൻറ്റു എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് കൊടുക്കാം. മൈനസ് വൈ നോട്ട്. വൈ നോട്ട് എന്താണ്? എഫ് ഓഫ് എക്സ് നോട്ട് ആണ് അല്ലേ. എഫ് ഓഫ് എക്സ് നോട്ട് ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തു. 3 എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് എക്സ് നോട്ട് എന്ന് കൊടുക്കാം. ഇനി ഇവിടെ എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ, ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഇതൊക്കെ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 ഇൻറ്റു എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. അതെന്താണ്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. അപ്പോൾ നമുക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്യാം. 3 ഇൻറ്റു എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ എന്താവും? എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ വരും. പിന്നെ ബാക്കി എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്, അത് അതേപോലെ തന്നെ എഴുതി. ഇനി ഇവിടെ ഈ മൈനസ് ബ്രാക്കറ്റ് തുറക്കുക. അപ്പോൾ എന്താവും? മൈനസ് 3 എക്സ് നോട്ട് സ്ക്വയർ മൈനസ് എക്സ് നോട്ട് എന്ന് വരും. ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് 6 എക്സ് നോട്ട് ഡെൽറ്റ എക്സ് പ്ലസ് 3 ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് 3 എക്സ് നോട്ട് സ്ക്വയർ മൈനസ് എക്സ് നോട്ട് എന്ന് വരും. ഇതിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാനെല്ലാം ക്യാൻസൽ ചെയ്യാം. 3 എക്സ് നോട്ട് സ്ക്വയറും 3 എക്സ് നോട്ട് സ്ക്വയറും ക്യാൻസലായി പോവും. എക്സ് നോട്ട് പ്ലസ് എക്സ് നോട്ട് മൈനസ് എക്സ് നോട്ട് പോവും. ബാക്കി എന്താ ഉള്ളത്? 6 എക്സ് നോട്ട് ഡെൽറ്റ എക്സ് പ്ലസ് 3 ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് കിട്ടും.
ഇതെന്താണ്? ഡെൽറ്റ വൈ ആണ്. അപ്പോൾ ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ്. അത് നമുക്ക് ഇവിടെ ഡെൽറ്റ വൈ എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇസ് ഈക്വൽ ടു 6x0 ഡെൽറ്റ എക്സ് പ്ലസ് 3 ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് കിട്ടും. ഇനി ഇതിൽ നമുക്ക് ഡെൽറ്റ എക്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഡെൽറ്റ എക്സിനെ ന്യൂമറേറ്ററിൽ നിന്ന് ഡെൽറ്റ എക്സിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? ഡെൽറ്റ എക്സിനെ പുറത്തേക്ക് എടുത്താൽ 6x0 പ്ലസ് 3 ഡെൽറ്റ എക്സ് പ്ലസ് 1 എന്ന് വരും. ഈ ഡെൽറ്റ എക്സും ക്യാൻസലായി പോകും. സോ ആവറേജ് വെലോസിറ്റി ആയിട്ട് നമുക്ക് എന്ത് കിട്ടി? 6x0 പ്ലസ് 3 ഡെൽറ്റ എക്സ് പ്ലസ് 1 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കണം. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്താണ്? ഇറ്റ് ഈസ് ദ ആവറേജ് വെലോസിറ്റി വെൻ ഡെൽറ്റ എക്സ് ഈസ് സഫീഷ്യൻ്റ്ലി സ്മാൾ. ദാറ്റ് ഈസ് ആവറേജ് വെലോസിറ്റി വെൻ ഡെൽറ്റ എക്സ് അപ്രോച്ചസ് 0. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എക്സ് 0യിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള ആവറേജ് വെലോസിറ്റിയാണ്. ദാറ്റ് ഈസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ് ആസ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. ഇവിടെ നമുക്ക് ആവറേജ് വെലോസിറ്റി എന്തായിരുന്നു കിട്ടുന്നത്? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഈക്വൽ ടു 6x0 പ്ലസ് 3 ഡെൽറ്റ എക്സ് പ്ലസ് 1 കിട്ടി. ഇതിൽ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ 3 ഡെൽറ്റ എക്സ് എന്നുള്ള ടേം ദാറ്റ് വിൽ ടെൻസ് ടു 0. അപ്പോൾ അവിടെ ബാക്കി എന്താ ഉണ്ടാവുക? 6x0 പ്ലസ് 1. So, instantaneous velocity will be equal to 6x0 plus 1. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. Let y equal to x square plus 3x represents the distance a bus has travelled in meters after x seconds. Find the instantaneous velocity at the time x not equal to 4 seconds. അപ്പോൾ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഒരു ബസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെ തന്നിട്ടുള്ളത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 3x. ഇതെന്താണ്? ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബസ് ആഫ്റ്റർ x സെക്കൻഡ്സ് ആണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി അറ്റ് ദ ടൈം എക്സ് നോട്ട് ഈക്വൽ ടു 4. എക്സ് നോട്ട് ഈക്വൽ ടു 4ലുള്ള ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്താണ്? ഇറ്റ് ഈസ് ദ ആവറേജ് വെലോസിറ്റി when delta x tends to 0. So first നമ്മൾ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ബൈ ഡെൽറ്റ എക്സ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്താണ്? ഇവിടെ എക്സ് നോട്ട് ഈക്വൽ ടു 4 ആണ് അല്ലേ? ഇവിടെ എക്സ് നോട്ട് ഈക്വൽ ടു 4 ആണ്. സോ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്താവും? എഫ് ഓഫ് 4 പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് എന്താണ്? മൈനസ് എഫ് ഓഫ് 4 ബൈ ഡെൽറ്റ എക്സ് എന്ന് വരും. ഓക്കെ, ഇനി എഫ് ഓഫ് 4 പ്ലസ് ഡെൽറ്റ എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 3x, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 3x ആണ്. അപ്പോൾ എഫ് ഓഫ് 4 പ്ലസ് ഡെൽറ്റ എക്സ് കാണാൻ എക്സ് ഉള്ള സ്ഥലത്ത് 4 പ്ലസ് ഡെൽറ്റ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ അതെന്ത് വരും? എഫ് 4 പ്ലസ് ഡെൽറ്റ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 4 പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ദാറ്റ് ഈസ് എഫ് ഓഫ് 4. എഫ് ഓഫ് 4 എന്താണ്? 4 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 4 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 4 ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇനി ഇത് ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 16 പ്ലസ് 8 ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് 12 പ്ലസ് 3 ഡെൽറ്റ എക്സ് മൈനസ് 16 മൈനസ് 12 ബൈ ഡെൽറ്റ എക്സ് എന്ന് കിട്ടും. ഇനി ഇതിന്ന് ക്യാൻസൽ ചെയ്യാനുള്ളതെല്ലാം കളഞ്ഞാൽ 16 പോവും, പ്ലസ് 12 മൈനസ് 12 പോയി. 8 ഡെൽറ്റ എക്സ് പ്ലസ് 3 ഡെൽറ്റ എക്സ് 8 ഡെൽറ്റ എക്സ് പ്ലസ് 3 ഡെൽറ്റ എക്സ് ഈക്വൽ ടു 11 ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ ബൈ ഡെൽറ്റ എക്സ്. ഇനി ഇതിൽ ഡെൽറ്റ എക്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? 11 പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് കിട്ടും. ഇതെന്താണ്? ആവറേജ് വെലോസിറ്റി ആണ്. വി ഹാവ് ടു ഫൈൻഡ് ദ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. സോ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താവും? ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 കൊടുക്കും. അപ്പോൾ ഇവിടെ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 കൊടുത്താൽ ബാക്കി എന്താ ഉണ്ടാവുക? 11 എന്ന് കിട്ടും. സോ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഈസ് 11 മീറ്റർ പെർ സെക്കൻഡ്.